ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രിയങ്ക ഗാന്ധി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസ് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. ദേശീയ നേതൃത്വത്തിലും വലിയ അഴിച്ചുപണിയുണ്ടായി. കെ.സി. വേണുഗോപാൽ എംപിയെ എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും ജ്യോതിരാദിത്യ സിന്ധ്യയെ പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും നിയമിച്ചു. പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതു മുതലുള്ള പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യമാണ് 2019 എത്തിയപ്പോൾ പ്രാവർത്തികമാകുന്നത്. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ചർച്ചകളിൽ പ്രിയങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിലും സംഘടനാ ചുമതലകളില്ലായിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണിത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിനെയും ബിജെപിയെയും പരാജയപ്പെടുത്തി പാർട്ടിയെ തിരികെ കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൌത്യമാണ് പ്രിയങ്കയ്ക്കുള്ളത്. പ്രിയങ്കയെ മുൻനിർത്തിയാകും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്നതുകൂടിയാണ് നിയമനം. ഫെബ്രുവരി ആദ്യവാരമാകും പ്രിയങ്ക ചുമതലയേൽക്കുക. മക്കൾ രാഷ്ട്രീയം, ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരായ കേസുകൾ എന്നീ വിമർശനങ്ങൾക്ക് ഇടെയാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. മുൻനിരയിൽ പ്രിയങ്ക ഉണ്ടാകുമെങ്കിലും ഉത്തർപ്രദേശിൽ രാഹുലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഗുലാം നബി ആസാദിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതല നൽകിയതും ഇതിന്റെ ഭാഗമാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ.സി. വേണുഗോപാൽ എംപിയെയും നിയമിച്ചു. ബിജെപിയെ തോൽപ്പിക്കാൻ താഴെത്തട്ടിൽ മുതൽ സംഘടനയെ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ.സി. വേണുഗോപാൽ എംപി പറഞ്ഞു. ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ശക്തിപ്പെടുത്തലിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച കുറച്ച് അഗ്രസീവായി നടത്തി മുന്നോട്ട് പോകാനുള്ളതാണ്. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശവും കോൺഗ്രസിലെ മറ്റ് അഴിച്ചുപണികളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഹാറിൽ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആർജെഡി. 2014 നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നെന്നും അതിനാൽ സീറ്റിനായി കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ആർജെഡിയുടെ ആവശ്യം. കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടിവരുമെന്ന് ആർജെഡി നേതൃത്വം മറ്റു പാർട്ടികൾക്ക് സൂചന നൽകി. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻഡിഎ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ ആലോചന തുടങ്ങി. ബീഹാറിൽ 12 സീറ്റുകളിൽ കുറഞ്ഞ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇത് ഉത്തർപ്രദേശിന് പിന്നാലെ ബീഹാറിലും കോൺഗ്രസിനെ മഹാസഖ്യത്തിന്റെ പുറത്തേക്ക് വഴികാട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 40 സീറ്റുകളുള്ള ബീഹാറിൽ മുൻപ് മത്സരിച്ചതുപോലെ 12 സീറ്റുകളും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലെത്തി. അതിനാൽ എല്ലാ പാർട്ടികളും സീറ്റ് വിഭജനത്തിൽ മഹാമനസ്കരായി വിട്ടുവീഴ്ചകൾ നടത്തണമെന്ന് ആർജെഡി ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ എൽ.ജെ.പി, ആർ.എൽ.എസ്.പി, ഇടതു പാർട്ടികൾ, എച്ച്.എ.എം തുടങ്ങിയ പാർട്ടികളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കി നിർത്തി സീറ്റുകൾ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് 7 or 8 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് ആർജെഡിയുടെ ആവശ്യം. ഈ ആവശ്യം സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്ത പക്ഷം ബീഹാറിലും കോൺഗ്രസ് ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് ആർജെഡി വൃത്തങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് ആർജെഡി മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് സൂചന നൽകിയിട്ടുമുണ്ട്. എന്നാൽ മറുവശത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഏതായാലും സീറ്റ് വിഭജനം ഉടൻ വേണമെന്ന പൊതുനിലപാടാണ് മുന്നണിക്കുള്ളത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആലോചനയിലേക്ക് എൻഡിഎ കടന്ന പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം. മാർച്ച് 3 എൻഡിഎ റാലിക്ക് മുൻപായി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ എൻഡിഎയിലെ പാർട്ടികൾ തീരുമാനത്തിലെത്തും. ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ എൽ.ജെ.പിയിൽ ധാരണയായി. 17 സീറ്റുകളിൽ വീതം മത്സരിക്കുന്ന ജെഡിയുവും ബിജെപിയും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്ന് അവകാശപ്പെട്ട ഹാക്കർ സയ്യിദ് ഷൂജയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചോ എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കും. ഹാക്കർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സയ്യിദിന് ISI ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. 2014 തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് അവകാശപ്പെട്ട് ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തിയ ഹാക്കറെ പ്രതിയാക്കിയാണ് ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേര് സംബന്ധിച്ച് ആശയക്കുഴപ്പമുള്ളതിനാൽ അജ്ഞാതനെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അമേരിക്കയിലിരുന്ന് സ്കൈപ്പ് വഴി ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നാണ് കേസ്. അമേരിക്കയിൽ സയ്യിദ് രാഷ്ട്രീയാഭയം തേടിയതിനാൽ കേസിന്റെ തുടർ നടപടികൾക്ക് വിവിധ മന്ത്രാലയങ്ങളുടെ സഹായം വേണമെന്ന് ദില്ലി പോലീസ് അറിയിക്കുന്നു. വാർത്താ സമ്മേളനം നടത്താൻ മറ്റാരുടെയെങ്കിലും പ്രേരണ ലഭിച്ചോയെന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോന്നും പരിശോധിക്കുമെന്നും ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സയ്യിദ് ഷുജയ്ക്ക് IS ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രണ്ടാം സീറ്റിനായി അവകാശം ഉന്നയിച്ച് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ്. ഇടുക്കി, ചാലക്കുടി മണ്ഡലങ്ങളിൽ ഒന്ന് യു.ഡി.എഫിനോട് ആവശ്യപ്പെട്ടതായി പി.ജെ. ജോസഫ്. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യും. മകൻ മത്സരിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. മകൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും പി.ജെ. ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. ഇടുക്കി, ചാലക്കുടി ഈ സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസിന് ലഭിക്കും. ഈ ആവശ്യം ഐക്യജനാധിപത്യത്തിനുടെ യു.ഡി.എഫിലെ നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നതിനെപ്പറ്റി കെ.പി.സി.സി പ്രസിഡന്റ് പ്രസ്താവന കാണുകയുണ്ടായി. ഇടുക്കി പോലുള്ള സീറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന അഭിപ്രായം അവിടെ ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇടുക്കിയിലെ പാർട്ടിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ പുള്ളി മത്സരിക്കുന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉണ്ടാവും തീർച്ചയായിട്ടും. ഇല്ല, അതൊന്നുമില്ല, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉമ്മൻചാണ്ടി ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചാലും അവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും തീരുമാനം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഏകദേശ ധാരണയായെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പറഞ്ഞു. എനിക്കൊരു നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അടിവരയിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ തയ്യാറായാലും കോൺഗ്രസ് മാത്രമല്ല ഐക്യജനാധിപത്യ കക്ഷി അദ്ദേഹം തിരികയ്യും നീട്ടി ആ നിയോജകമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകും. സംശയം വേണ്ട. 20 പാർലമെന്റ് നിയോജകമണ്ഡലത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്, ചിത്രമുണ്ട്. അവിടെ ആർക്കെത്ര മത്സരിക്കണമെന്നതിനെക്കുറിച്ചും ഏകദേശ ധാരണയിൽ ഞങ്ങൾ എത്തിയ കാര്യം ഞാൻ അറിയിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. അഭിപ്രായം ചോദിച്ചാൽ യു.ഡി.എഫിൽ പറയും. മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും മുസ്ലിം ലീഗിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. ഞങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ ചെയ്തേ ഞങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയാറുള്ളൂ. യു.ഡി.എഫ് തലത്തിലൊരു വിഷയം വന്ന് യു.ഡി.എഫ് ഘടകകക്ഷികളോടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയാം. അല്ല, അത് പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ട വേദിയിൽ പറയണമെങ്കിൽ ഞങ്ങൾ പറയും. ഇപ്പോ നിങ്ങളോടില്ല, അത്രയുള്ളൂ. ഓക്കെ. മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള മാണി വിഭാഗത്തിന്റെ അവകാശവാദം നാടകീയമായ വഴിത്തിരിവിലേക്ക്. പി.ജെ. ജോസഫിന്റെ സീറ്റ് അവകാശവാദത്തിന് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവെന്ന് സൂചന. 2 ആഴ്ചകൾക്ക് മുൻപ് കെ.പി.സി.സിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സീറ്റിന്റെ കാര്യത്തിൽ പി.ജെ. ജോസഫ് ഉറച്ച നിലപാടെടുത്തത്. ഇടുക്കി സീറ്റിനെ ചൊല്ലി പി.ജെ. ജോസഫിന്റെ അവകാശവാദം കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നു. നിലവിലുള്ള കോട്ടയം സീറ്റിന് പിന്നാലെ മറ്റൊരു ലോക്സഭാ സീറ്റെന്ന ആവശ്യം മാണി ഗ്രൂപ്പ് ആദ്യം ഉയർത്തിയപ്പോൾ പകുതി തമാശയോടെ മാത്രമേ മുന്നണി നേതൃത്വം അത് കണ്ടിരുന്നുള്ളൂ. എന്നാൽ കിട്ടുന്നതെല്ലാം മാണിയും കുടുംബവും പങ്കിട്ടെടുക്കുന്ന പതിവ് പരിപാടി ഇനി വേണ്ടതില്ലെന്നാണ് പാർട്ടി വർക്കിംഗ് ചെയർമാനായ പി.ജെ. ജോസഫിന്റെ നിലപാട്. ഇടുക്കിയാണ് പി.ജെ. ജോസഫിന്റെ ലക്ഷ്യം. ജോസഫിന്റെ ആഗ്രഹത്തിന് വെള്ളവും വളവും നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. 2 ആഴ്ചയ്ക്ക് മുമ്പ് കെ.പി.സി.സിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് നേരിട്ട് ആവശ്യപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ പി.ജെ. ജോസഫ് ഉറച്ച നിലപാടെടുത്തത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ജോസഫ് ചാലക്കുടി സീറ്റെന്ന മറ്റൊരാവശ്യം മുന്നോട്ട് വെച്ചത് സമ്മർദ്ദം കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ്. ഇടുക്കി, ചാലക്കുടി ഈ സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസിന് ലഭിക്കും. ഈ ആവശ്യം ഐക്യജനാധിപത്യത്തിനുടെ യു.ഡി.എഫിലെ നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ലോക്സഭയിലേക്ക് താൻ മത്സരിച്ചാൽ മകനെ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നതാണ് ജോസഫിന്റെ ആഗ്രഹം. ഉന്നത നേതാവിന്റെ ഉറപ്പാണ് ജോസഫിന്റെ അവകാശവാദത്തിന് പിന്നിലെന്നറിയാവുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടി അടുപ്പക്കാരോട് പോലും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. കോട്ടയം സീറ്റും ഇടുക്കിയും വെച്ചുമാറിയിട്ടാണെങ്കിലും ഇത്തവണ സീറ്റ് തനിക്ക് തന്നെ വേണമെന്നതാണ് ജോസഫിന്റെ ആവശ്യം. എന്നാൽ കെ എം മാണി ഇത്തരമൊരു നീക്കത്തിന് പച്ചക്കൊടി കാണിക്കില്ലെന്നത് ഉറപ്പാണ്. പി.ജെ. ജോസഫിന്റെ അപ്രതീക്ഷിതമായ അവകാശവാദം കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും യു.ഡി.എഫ് നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ജോസഫിന്റെ ഈ നീക്കത്തിന് തടയിടാനാണ് കോൺഗ്രസിലെ മറ്റൊരു നേതാവിന്റെ ആഗ്രഹപ്രകാരം ലീഗും ഒരു സീറ്റ് അധികമായി ആവശ്യപ്പെടുന്നത്. അതിനിടെ ഉമ്മൻചാണ്ടിക്ക് ഇടുക്കിയിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത് പി.ജെ. ജോസഫിനുള്ള പരോക്ഷ മറുപടിയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.
CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ RSS അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കണ്ണമ്പ്ര ലോക്കൽ സെക്രട്ടറി MK സുരേന്ദ്രനെയാണ് ആലത്തൂർ കോടതി മുറ്റത്ത് വെച്ച് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുരേന്ദ്രനെ തൃശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, എപ്പോഴായിരുന്നു അക്രമം? എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് ഇടയാക്കിയത്? സുരേന്ദ്രന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആക്രമണം നടന്നത്. ആലത്തൂർ കോടതിയിൽ എത്തിയ സമയത്ത് സുരേന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു. സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട ചെറിയ കേസുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളോടൊരുമിച്ച് ആലത്തൂർ കോടതിയിൽ എത്തിയതായിരുന്നു സുരേന്ദ്രൻ. ഈ സമയത്ത് കോടതിയിലെത്തി കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബൈക്കിൽ മടങ്ങാൻ ഒരുങ്ങിയ സമയത്താണ് ആക്രമണം നടന്നത്. സുരേന്ദ്രനെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന മഞ്ഞപ്രയിലെ RSS BJP പ്രവർത്തകൻ ശിവദാസനാണ് ആക്രമണം നടത്തിയത്. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അയാളാണ് ശിവദാസൻ. അഭിഭാഷകയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും കണ്ണമ്പ്രയിലെ DYFI നേതാവ് രതീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് ശിവദാസൻ. ഈ ആക്രമണത്തിന് പിന്നാലെ നാട്ടുകാർ ശിവദാസനെ പിടികൂടി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ആക്രമണത്തിൽ സുരേന്ദ്രന്റെ കഴുത്തിലും തലയ്ക്കും ആഴത്തിലുള്ള മുറിവാണ് ഏറ്റത്. ആദ്യം ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സുരേന്ദ്രനെ വിദഗ്ധ ചികിത്സക്കായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഒരു തരത്തിലുള്ള സംഘർഷവും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ RSSും BJPയും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആക്രമണം നടന്നതെന്നാണ് CPIMന്റെ ആരോപണം. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സുരേന്ദ്രന്റെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പ്രതികരിച്ചു. തെരുവിലും അവർ തോറ്റു. അങ്ങനെ തോറ്റ സൈന്യം തിരിച്ചു പോകുമ്പോ വഴിയിലെല്ലാം നശീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് RSS മാറിയിരിക്കുകയാണ്. എല്ലാ യുദ്ധത്തിലും തോറ്റോടുന്ന പട എപ്പോഴും വഴിയിൽ കണ്ടതൊക്കെ തകർക്കും, എല്ലാം നശീകരിക്കും. അങ്ങനെ നിരാശനായി പിൻവാങ്ങി തോറ്റോടിക്കൊണ്ടിരിക്കുന്നവർ നടത്തുന്ന നശീകരണ പ്രവർത്തനമാണ് അവർ കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി, ഞങ്ങൾക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന വിധത്തിൽ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ നിയന്ത്രണം വിട്ട വിധത്തിൽ അക്രമങ്ങൾ വാരി വിതറുക, കലാപഭൂമിയാക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സംഘർഷത്തിന്റെ സാധ്യത പോലും, അതിന്റെ ഒരു അന്തരീക്ഷം പോലും നിലവിലില്ലാത്ത ഒരു പ്രദേശത്ത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസിൽ പോയതാണ് അവരെല്ലാവരും. അപ്പോ ആസൂത്രണമായി കോടതി മുറ്റത്ത് വെച്ച് തന്നെ ആക്രമിച്ച് കൊലപാതകം നടത്താൻ ശ്രമിക്കുക, ഇതല്ലാതെ എങ്ങനെയാ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? കണ്ണൂർ പിണറായി എരുവട്ടിയിൽ CPIM പ്രവർത്തകരെ ആക്രമിക്കുന്നതിനിടെ ബോംബ് പൊട്ടി RSS പ്രവർത്തകന് പരിക്ക്. RSS പ്രവർത്തകനായ ഷനോജിനാണ് കയ്യിൽ നിന്നും ബോംബ് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇയാൾ അടുത്തിടെയാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേറ്. CPIM പ്രവർത്തകന്റെ വീടിന് നേരെയാണ് RSS സംഘം ബോംബെറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും CPIM പ്രവർത്തകനുമായ KP ജയേഷിന്റെ വീടിനു നേരെയാണ് RSS പ്രവർത്തകർ ബോംബെറിഞ്ഞത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ബോംബേറിൽ വീടിന് കേടുപാടുണ്ടായി. സ്റ്റീൽ ബോംബുകളാണ് എറിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ ജയേഷിനെ മർദ്ദിച്ചിരുന്നു. പരിക്കേറ്റ ജയേഷ് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് ബോംബേറുണ്ടായിരിക്കുന്നത്. പന്തിരിക്കര ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ജയേഷ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഹർത്താലിന് ശേഷം തുടർച്ചയായി പേരാമ്പ്ര കേന്ദ്രീകരിച്ച് സംഘർഷവും CPIM പ്രവർത്തകരുടെ വീടിനു നേരെ ബോംബേറും ഉണ്ടായിരുന്നു. പെരുവണ്ണാമൊഴി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. മുനമ്പം തീരത്ത് നിന്ന് വിദേശത്തേക്ക് കടന്നവരിൽ 80 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. നവജാത ശിശു അടക്കം 22 കുട്ടികളും സംഘത്തിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീലങ്കൻ അഭയാർത്ഥി കുടുംബങ്ങളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു. മുനമ്പം തീരത്ത് നിന്നും ഒരാഴ്ച മുൻപ് പുറപ്പെട്ട സംഘത്തിലെ 80 പേരുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയത്. 6 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികളും സംഘത്തിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത പ്രഭു ദണ്ഡപാണി, രവി സനൂപ് രാജ, അനിൽകുമാർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പട്ടിക തയ്യാറാക്കിയത്. ശ്രീലങ്കൻ അഭയാർത്ഥി കുടുംബങ്ങളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളത്. ഇവരുടെ ലക്ഷ്യം ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ദ്വീപാണെന്നാണ് നിഗമനം. ഓസ്ട്രേലിയൻ കുടിയേറ്റ നിയമങ്ങൾ അഭയാർത്ഥികൾക്ക് അനുകൂലമായതിനാൽ ഇവിടെ എത്തിയാൽ ഇവർ റെഫ്യൂജി കാർഡുകൾ സ്വന്തമാക്കും. പിന്നീട് ജോബ് പെർമിറ്റ് വാങ്ങും.
നേരത്തെ പോയവർ ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ ജോബ് പെർമിറ്റ് നേടിയിട്ടുണ്ടെന്ന് കസ്റ്റഡിയിലായവർ മൊഴി നൽകി. എന്നാൽ മുൻപത്തു നിന്നുള്ള ബോട്ടിൽ പണം നൽകാത്തവരെയും കയറ്റിയിട്ടുണ്ടെന്ന് രവി മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ മനുഷ്യക്കച്ചവടത്തിനുള്ള സാധ്യതയും പോലീസ് സംശയിക്കുന്നു. തായ്ലൻഡ്, ഉത്തര കൊറിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ തടങ്കൽ തൊഴിലിടങ്ങൾ ഉണ്ടെന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ ഏജൻസിയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട്. അവയവ കച്ചവടത്തിനും പെൺവാണിഭത്തിനും വേണ്ടിയുള്ള മനുഷ്യക്കടത്താണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കസ്റ്റഡിയിലായ 3 പേരിൽ രവി, സനൂപ് രാജിക്കും പ്രഭുവിനും മനുഷ്യക്കടത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.